കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നമുക്കറിയാം. പെൺകുട്ടിയുടെ വിവാഹം നടന്നത് കേരളത്തിലാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഇപ്പോൾ മധ്യപ്രദേശിൽ കേസ് വന്നിരിക്കുന്നു. പോക്സോ കേസാണ്. കാരണം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. 16 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായം. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരു അവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതാണ് കേരളം. അതാണ് കേരളം കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിൻ്റെയും ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലേ? വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷേ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നേരിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയുടെ വയസ്സ് 16 മാത്രം എന്നുള്ള കണ്ടെത്തൽ. 2009 ഈ പെൺകുട്ടി ജനിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹം അന്ന് നടന്നത് കേരളത്തിലാണ്. അതിൽ CPM-ന്റെ നേതാക്കൾ തന്നെ, സംസ്ഥാന സെക്രട്ടറി, ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയായ A. റഹീമൊക്കെ പങ്കെടുത്തപ്പോൾ എന്താണെന്ന് പറഞ്ഞത് എന്നുള്ളത് കൂടിയാണ്.